പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിത്യജീവിതത്തിലെ ഈ ആചാരങ്ങളും അതിൻ്റെ അന്ധവിശ്വാസങ്ങളുടെ അന്വേഷണമാണ് അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങൾ അറിയുക എന്നാണ്. സാറേ, നമുക്ക് ഇന്ന് ചോദിക്കാനുള്ളത്, നമുക്ക് ഈ ചില ചില ദിവസങ്ങൾ നല്ല ദിവസങ്ങൾ ചില കാര്യങ്ങൾക്ക്, ചില ദിവസങ്ങൾ മോശപ്പെട്ട ദിവസങ്ങളായിട്ട് നമ്മുടെ വിശ്വാസ സമൂഹത്തിലുണ്ട്. മരണം അന്വേഷിച്ചു പോവാൻ, ഒരു മരണം നടന്നാൽ ആ മരണ വീട്ടിൽ പിന്നെ മരണം നടന്നതിന് ശേഷം പിന്നെ ആ വീട്ടിൽ സന്ദർശിക്കുന്നതിന് നല്ല ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു വിശ്വാസം പോലെ നിൽക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു രോഗിയായ ഒരാൾ കിടപ്പാണെങ്കിൽ ആ രോഗിയെ അന്വേഷിച്ച് പോകുന്നതിനും ചില ദിവസങ്ങൾ നല്ലതാണ്, ചില ദിവസങ്ങൾ പോകാൻ പാടില്ല. അതിന് ഇന്ന ദിവസം പോയാൽ പോകുന്ന ആളെ ബാധിക്കും, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ പോയാൽ ഈ രോഗിയെ ബാധിക്കും എന്നൊക്കെയുള്ള വിശ്വാസം, അത് അന്ധവിശ്വാസം പോലെ സമൂഹത്തിലുണ്ട്. പക്ഷെ ഇത് വളരെ വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൽ പോലും അവരും ഇത് അനുഷ്ഠിക്കുന്നുണ്ടെന്ന് യാഥാർത്ഥ്യമാണ്. അപ്പം നിത്യജീവിതത്തിൽ നമ്മുടെ മനുഷ്യരുടെ ഈ ചില സമയങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഒരു ദിവസം പോകുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ഒരു മരണം അന്വേഷിക്കാൻ പോകാൻ വേണ്ടി സഹപ്രവർത്തകരെ വിളിക്കുമ്പോൾ, ഇന്ന് പോകണ്ട, ഇന്ന് പോകുന്നത് നല്ലതല്ല, നമുക്ക് നാളെ പോവാം എന്ന് പറയും. ഇന്നത്തെ ദിവസം നല്ലതല്ല, അല്ലെങ്കിൽ ഇന്ന ആളെ രോഗം അന്വേഷിച്ച് നമ്മൾ പോകുമ്പോൾ ഇന്ന ദിവസം പോകണ്ട എന്നൊക്കെ പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും നമുക്ക് പലപ്പോഴും. അപ്പം ഇതെങ്ങനെയാണ് ഇത് ഉണ്ടായത്, എങ്ങനെയാണ് ഇതൊരു അന്ധവിശ്വാസം തന്നെ അല്ല? ഇത് എന്നെ കുഴച്ചൊരു ഒരു സംശയമായി. അപ്പം ഇത് ആക്ച്വലായിട്ട് ഞാൻ തോവാളയിൽ ഒന്ന് പോകേണ്ടി വന്നു. തോവാളയിൽ ചെന്ന് അവിടെ ഒന്ന് രണ്ട് കുടുംബങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവിടെ ഒരു ആചാരമുണ്ട്. അവിടുത്തെ ആചാരം, ഒരു വീട്ടിൽ ഒരു മരണം നടന്നാൽ രാത്രി നടന്നു വന്നിരിക്കട്ടെ, 10 മണിക്ക് ശേഷം പുറത്തറിയിക്കുക. അയൽവക്കത്ത് പോലും അറിയിക്കണം 10 മണി കഴിഞ്ഞിരിക്കണം. ഒരു പക്ഷേ 10 മണിക്ക് ശേഷമാണ് മരണം നടന്നാൽ അപ്പോഴറിയിക്കാം. പക്ഷെ രാത്രി നടന്നാൽ 10 മണിക്ക് ശേഷമേ അറിയിക്കാം. അത് അവരുടെ ഒരു വിശ്വാസമാണ്. ഞാനിത് 2-3 പേരുടെ ചോദിച്ചപ്പോൾ നല്ല വിദ്യാഭ്യാസം ഇവരുള്ള ഒരു കോളേജ് പ്രൊഫസർ പറഞ്ഞത് അതിനകത്ത് അതൊരു വിശ്വാസമായി മാറിയതാണ്. യഥാർത്ഥത്തിൽ തോവാളയിലെ വളരെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ പൂക്കച്ചവടമാണ്. ഈ പൂവ് നേരം വെളുക്കുന്നതിന് മുമ്പ് പറിച്ച് കൂടയ്ക്കകത്താക്കി മാർക്കറ്റിൽ എത്തിച്ചില്ലെങ്കിൽ എല്ലാ കുടുംബവും പട്ടിണിയാവും. ഒന്ന്, പൂവിന് മണിക്കൂറുകൾ കഴിയും തോറും അത് ചീഞ്ഞു തുടങ്ങും, പിന്നെ പൂ വാങ്ങിക്കാൻ ആള് കാണും. അതുകൊണ്ട് അവർക്ക് പൂ എടുക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് മരണം അറിയിക്കരുത് എന്ന് പറയും. അല്ലാതെ ഇതിനകത്ത് വേറെ യാതൊരു സംഭവമില്ല. ഇത് എൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് ആ പ്രൊഫസർ പറഞ്ഞു. 90 വയസ്സ് അദ്ദേഹം മരിച്ചു. 90 വയസ്സ് വരെയുള്ള പ്രൊഫസർ പറഞ്ഞു. ഇവിടെ മുതൽ ഞാൻ നോക്കിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ഇവിടെ ഈ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയൊന്നും വീടുകളിൽ പോകണ്ട എന്ന് പറഞ്ഞതിന് കാരണം ഇവിടത്തെ ചന്തയുമായി ബന്ധപ്പെട്ട കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യം. ദൈനംദിന കാര്യങ്ങൾ നടക്കണമെങ്കിൽ ചന്തയല്ലാതെ വേറൊരു മാർഗം അവർക്കില്ല. അപ്പൊ നമ്മുടെ ഉൽപാദനം മിച്ചം കൈമാറ്റം. ഇപ്പൊ എനിക്ക് നെല്ലധികം ഉണ്ട്, ആ നെല്ലധികം കൊടുത്തിട്ട് എനിക്ക് മരച്ചീനി വാങ്ങണമെങ്കിൽ ഞാൻ മാർക്കറ്റിൽ തന്നെ പോകണം, വേറെ മാർഗമില്ല. എനിക്ക് കടകളില്ല, ഷോപ്പുകൾ എന്ന് പറഞ്ഞ സമ്പ്രദായമില്ല. അപ്പൊ ഇതിന് പൊതു ഇടങ്ങൾ ആഴ്ചയിൽ 1-2 ദിവസമായി ഇത് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നെടുമങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയും ശനിയുമാണ്. ഈ ചൊവ്വയും ശനിയും മരണ വീട്ടിൽ പോകാൻ പറ്റൂ. ചന്തയിലെന്ന് പറയുന്നത് നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ നടന്നാൽ ഉച്ചയാകുമ്പോൾ ചന്തയിലെത്തും. ആ ഉച്ചക്കടയെന്ന് പറയുന്ന ചന്തയിൽ നിന്ന് സാധനം വാങ്ങിച്ച് വീട്ടിൽ എത്തുമ്പോൾ വൈകുന്നേരം മരണ വീട്ടിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ ദിവസങ്ങളെ നമ്മൾ മാറ്റിവെക്കും. ചന്ത ദിവസങ്ങളിൽ പോകാൻ പാടില്ല എന്ന തീരുമാനം പിന്നെ അതൊരു വിശ്വാസമായി മാറി. ഇപ്പൊ നമ്മൾ നെടുമങ്ങാട് മാത്രം എടുത്താൽ ചൊവ്വയും ശനിയുമാണ് ഇവിടുത്തെ വലിയ മാർക്കറ്റ്. മനുഷ്യന് സൗകര്യാർത്ഥം ഉണ്ടാക്കിയതാണ്. ഇത് അന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. അതിന് ഒരു ദൈവികമായ പരിവേഷം കൊടുത്ത്, ഒരു വിശ്വാസത്തിന്റെ പരിവേഷം കൊടുത്ത് മനുഷ്യനെ ഭയപ്പെടുത്തി നിർത്തുക എന്ന് പറയുന്ന സമ്പ്രദായം. അത് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ചാത്തൻകളങ്ക എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഒരു നമ്മുടെ അഗസ്ത്യകൂടത്തിൽ മാത്രം കിട്ടുന്ന ഒരു സാധനം. ഈ ചാത്തൻകളങ്ക കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഊർജം കിട്ടും, ചതച്ചിറക്കിയാൽ മതി. അതാണ് പിന്നീട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഗവേഷണം നടത്തി ജീവനി എന്ന് പറഞ്ഞ സ്പോർട്സ് മെഡിസിനായി അത് പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് നശിപ്പിക്കാതിരിക്കാൻ ഇതിന് പുതിയ പേരും ഒരു ദൈവവിശ്വാസവും
പിൽക്കാലത്ത് അടിച്ചേൽപ്പിക്കപ്പെട്ടു. അത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു 10, 20, 30 വർഷമേ ഉള്ളൂ. ഇപ്പൊ ദൈവത്തിന്റെ വകയാണ് സാധനം. ദൈവത്തിന്റെ വകയായി മാറ്റി. അപ്പൊ അതിനകത്ത് നല്ല ബോധ്യമുള്ള ഒരു റിസർച്ച് ഓഫീസർ പറഞ്ഞത്, അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിശ്വാസം എന്ന് പറയുന്നത് 20 കൊല്ലത്തിന് ശേഷം, അതായത് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഈ ചെടിയുടെ ഔഷധ വീര് ശാസ്ത്രീയമായി കണ്ടെത്തിയതിനു ശേഷം അവരിത് നശിപ്പിക്കാതിരിക്കും കാണിക്കാരിറങ്ങിവിട്ട ബുദ്ധിയാണ്. അപ്പൊ അതിനൊരു ദൈവിക പരിവേഷമാണ്. ഈ ചാത്തങ്കളങ്ക് എന്ന് പറയുന്നത് അതിനെ പറയുന്നത് വിശ്വാസം അത് പക്ഷെ മറ്റേ അന്ധവിശ്വാസമായി തുടരുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഉള്ള അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമാക്കിയത് ചില ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയ. പക്ഷെ ഇന്ന് വളരെ ബുദ്ധിമുട്ടായി. ചില ആൾക്കാർക്ക് ഇന്ന ദിവസം പോകുന്ന മനസ്സിലല്ലേ, പലയിടത്തും പോകാതെ ഈ മരണം നടക്കുന്ന വീട്ടിൽ ചില ദിവസം ശനിയാഴ്ച നാൾ പോകാറില്ല, ചൊവ്വാഴ്ച പോകാറില്ല, ശനിയാഴ്ച പോകാറില്ല. ഈ ദിവസങ്ങൾ ചില മതക്കാരൻ കൈക്കടക്കി ചൊവ്വ ശനിയൊക്കെ ഹൈന്ദവരുടെ ചൊവ്വ അത് ഗ്രീക്കിൽ നിന്ന് വന്നതാണ്. തിയൂസ് എന്ന് പറയുന്ന ദേവതയിൽ നിന്നാണ് ട്യൂസ്ഡേ ഉണ്ടായത്. തിയൂസ് എന്ന് പറയുന്നത് അവിടുത്തെ യുദ്ധദേവതയാണ്. ഇവിടെ ചൊവ്വ എന്ന് പറയുന്ന യുദ്ധദേവതയാണ്. ചുവപ്പാണ് അതിന്റെ ചിഹ്നം, നിറം ചുവപ്പാണ്. ദേവിക്ക് നമ്മൾ പൂജയും കർമ്മവും എല്ലാം ചെയ്യേണ്ടത് ചൊവ്വാഴ്ചയാണ്. അത് പ്രത്യേകിച്ച് ഭദ്രകാളിക്ക്. ഭദ്രകാളിയുടെ ദിവസം ചൊവ്വാഴ്ചയാണ്. വെള്ളനാട് ഭദ്രകാളി ക്ഷേത്രം ചൊവ്വാഴ്ച മാത്രമേ തുറക്കുമായിരുന്നുള്ളൂ. അപ്പൊ അത് ഭദ്രകാളി എന്ന് പറഞ്ഞ യുദ്ധദേവതയാണ്. രക്തം വാർന്നൊലിക്കുന്ന പിന്നെ കോമ്പല്ലും പിന്നെ അസ്ഥികൂടങ്ങൾ കോർത്ത മാലയുമൊക്കെ ആയിട്ടാണ് അവരുടെ വേഷം നമ്മൾ കാണുന്നത് തന്നെ. അവർ യുദ്ധദേവതയാണ്. അത് മാത്രവുമല്ല, ഈ നമ്മൾ ഈ വടവെങ്കിടം, തെൻകുമരി, കുണകടൽ, കൊടകടൽ, അതാണ് പഴയ നമ്മുടെ തമിഴകത്തിന്റെ അതിര്. വടക്ക് വെങ്കിടഗിരി, തെക്ക് കന്യാകുമാരി, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഇതിന്റെ ഇടയ്ക്ക് വരുന്നതാണ് തമിഴകം. ഈ തമിഴകത്ത് 3 രാജാക്കന്മാർ നമുക്കറിയാം: പാണ്ഡ്യന്മാർ, ചോളന്മാർ, ചേരന്മാർ. ചേരന്മാരുടെ ഒരു ആസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അവരുടെ ദേവത എന്ന് പറയുന്നത് കൊറ്റവൈ. അവൈ എന്ന് പറഞ്ഞാൽ അമ്മ, കൊറ്റം എന്ന് പറഞ്ഞാൽ യുദ്ധം. യുദ്ധദേവതയാണ് അവരുടെ ദേവത, അവരുടെ ആസ്ഥാന ദേവത. ചോളന്മാരുടേത് ശിവനും പാണ്ഡ്യന്മാരുടേത് വിഷ്ണുവായിരുന്നു. അപ്പൊ ഈ സങ്കല്പമാണ് യുദ്ധദേവതയായി ഭദ്രകാളിയെ സങ്കല്പിക്കാൻ ശ്രമിച്ചു. ഈ കൊറ്റവയെ ഭദ്രകാളിയുമായി ലയിപ്പിച്ചെടുത്തു. ഇത് രണ്ടും രണ്ടാണ്. ലയിപ്പിച്ചെടുത്ത് യുദ്ധദേവതയാക്കി ആ യുദ്ധദേവതയ്ക്ക് ഒരു ചൊവ്വാഴ്ച അനുവദിച്ചു കൊടുത്തു. ആ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാർക്കറ്റ് അതിനെ പിന്നെ ബന്ധം വന്നു. ആ ദിവസങ്ങളിൽ നിങ്ങൾ മരണം പോകരുത്, മരണം കാണരുത്, മരണത്തിന് പോകരുത്. എന്നാൽ ഇവിടെ ഒരു എക്സംഷൻ ഉണ്ട്. ചൊവ്വാഴ്ച മരിച്ചാലോ അന്ന് പോവാ. ചൊവ്വാഴ്ച മരിച്ചാൽ അന്ന് പോവാ. അതാണ് ഞാൻ പറഞ്ഞത്. വെള്ളിയാഴ്ച മുസ്ലിങ്ങളുടെയാണ്, ഞായറാഴ്ച ക്രിസ്ത്യാനികളുടെ. ഇവിടെ ഞായറാഴ്ച പിന്നെ പോകാമെന്നൊരു അവസ്ഥ വരുന്നതിന് വേറൊരു കാരണമുണ്ട്. ഞായറാഴ്ച പോകാമെന്നുള്ള അവസ്ഥ വന്നിട്ടൊരു 100-150 കൊല്ലമായിട്ടുള്ളൂ. കാരണം ഞായറാഴ്ച പൊതു അവധിയായി ഇവിടുത്തെ രാജാക്കന്മാരുടെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഞായറാഴ്ച. അതിനുശേഷമാണ് ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞായറാഴ്ച വിടില്ല. അപ്പൊ ഞായറാഴ്ച നമുക്ക് വലിയ പ്രാധാന്യമുള്ള ദിവസവും ആയിരുന്നില്ല ആദ്യം. പിൽക്കാലത്ത് ഈ കൊളോണിയലൈസേഷന് ശേഷം പിന്നെ പൊതു അവധി. എപ്പോഴും നമ്മൾ നമുക്ക് സൗകര്യമാണ്. സൗകര്യവും വിശ്വാസവും കൂടെ കൂട്ടിക്കലർത്തിയാണ് ഈ അന്ധവിശ്വാസം വളർത്തിക്കൊണ്ടേ. ഓക്കെ, ശരി.